ഹലോ ഫ്രണ്ട്സ്, നാദ് ഇലക്ട്രിക്കൽ അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹൈഡ്രോമീറ്ററിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഈ വീഡിയോയിൽ ഹൈഡ്രോമീറ്ററിൻ്റെ പാർട്സ്, റീഡിംഗ്, സ്പെസിഫിക് ഗ്രാവിറ്റി എങ്ങനെ മെഷർ ചെയ്യാം എന്നിവയെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് us സ്റ്റാർട്ട്. ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണിത്. ലെഡ് ആസിഡ് ബാറ്ററികളിൽ എത്രമാത്രം ചാർജ് ഉണ്ടെന്നും അവയുടെ മൊത്തത്തിലുള്ള അവസ്ഥ എങ്ങനെയുണ്ടെന്നും പരിശോധിക്കാൻ ഈ പ്രത്യേക ഉപകരണം സഹായിക്കുന്നു. ബാറ്ററിക്കുള്ളിലെ വെള്ളവും സൾഫൂറിക് ആസിഡും കലർന്ന ദ്രാവകത്തിൻ്റെ സാന്ദ്രത അളന്നാണ് ഹൈഡ്രോമീറ്റർ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടെത്തുന്നത്. ലെഡ് ആസിഡ് ബാറ്ററിയുടെ പാർട്സ് ഡിസ്കസ് ചെയ്ത വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. പ്ലീസ് ഡു ചെക്ക്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു നിശ്ചിത അളവ് ദ്രാവകത്തിൻ്റെ പിണ്ഡവും അതേ അളവിലുള്ള 4 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളത്തിൻ്റെ പിണ്ഡവും തമ്മിലുള്ള അനുപാതത്തെയാണ് ആ ദ്രാവകത്തിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഈക്വൽ mass of the given volume of a liquid divided by mass of the same volume of the water at a 4 degree Celsius. അതായത് ഒരേ അളവിലുള്ള ഒരു ദ്രാവകത്തിൻ്റെയും വെള്ളത്തിൻ്റെയും തൂക്കം തമ്മിൽ പരസ്പരം താരതമ്യം ചെയ്യുന്ന അളവാണിത്. ഇനി നമുക്ക് ഹൈഡ്രോമീറ്ററിൻ്റെ പാർട്സുകളെ പറ്റി സംസാരിക്കാം. ഇത് റബ്ബർ ബൾബ്, ചേംബർ, ഫ്ലോട്ട്, നോസിൽ എന്നിവയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഒരറ്റത്തെ റബ്ബർ നോസിലും മറ്റേ അറ്റത്തെ ഒരു റബ്ബർ ബൾബും അതിനുള്ളിലായി സ്പെസിഫിക് ഗ്രാവിറ്റി കാണിക്കുന്ന ഒരു ഗ്ലാസ് ഫ്ലോട്ടും അടങ്ങുന്ന ഒരു ഗ്ലാസ് ട്യൂബാണ് ഇതിനുള്ളത്. കൺസ്ട്രക്ഷൻ. ഇനി നമുക്കിതിൻ്റെ കൺസ്ട്രക്ഷനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇതിലൊരു ഫ്ലോട്ട് ഹൈഡ്രോമീറ്റർ, ഈ ഫ്ലോട്ടാണ് അതിൻ്റെ ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്തെ ഡയമീറ്റർ താഴത്തെ ഭാഗത്തേക്കാൾ കുറവായിരിക്കും. ദ്രാവകത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ ഫ്ലോട്ട് നേരെ അതായത് വെർട്ടിക്കലായി നിൽക്കാൻ വേണ്ടി ഇതിൻ്റെ അടിഭാഗത്തെ ചെറിയ ലെഡ് ബോളുകൾ നിറച്ചിട്ടുണ്ടാകും. സ്പെസിഫിക് ഗ്രാവിറ്റി അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഈ ഗ്ലാസ് ഫ്ലോട്ടിൻ്റെ മുകൾ ഭാഗത്താണ്. മുകൾ ഭാഗത്തെ 1.1 മുതൽ 1.3 വരെയുള്ള റീഡിങ്ങുകളാണ് ഉള്ളത്. മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവ. ഈ ഫ്ലോട്ട് മറ്റൊരു ഗ്ലാസ് ട്യൂബിനുള്ളിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ ട്യൂബിൻ്റെ മുകളിൽ ഒരു റബ്ബർ ബൾബ് ഉണ്ട്. താഴെ ഒരു റബ്ബർ നോസിലും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. റബ്ബർ ബൾബ് അമർത്തിപ്പിടിച്ച ശേഷം വിടുമ്പോൾ പരിശോധിക്കേണ്ട ഇലക്ട്രോലൈറ്റ് ഈ ഗ്ലാസ് ട്യൂബിലേക്ക് കടന്നു വരുന്നു. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു ബാറ്ററിയിൽ നിന്ന് ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ച് ഇലക്ട്രോലൈറ്റ് എങ്ങനെ ശേഖരിക്കുന്ന വിധമാണ് കാണിച്ചിരിക്കുന്നത്. ആദ്യമേ ചെയ്യേണ്ടത് ബാറ്ററിയുടെ വെൻറ്റ് പ്ലേറ്റ് ഇളക്കി മാറ്റിയ ശേഷം ഹൈഡ്രോമീറ്ററിൻ്റെ ബൾബ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഹൈഡ്രോമീറ്റർ നോസിൽ ബാറ്ററിക്കുള്ളിലെ ഇലക്ട്രോലൈറ്റിൽ മുക്കി വെച്ച ശേഷം ബൾബിൽ നിന്ന് പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുന്ന അയവ് വരുത്തുക. ഈ സമയം ബാറ്ററിക്കുള്ളിലെ ഇലക്ട്രോലൈറ്റ് ഹൈഡ്രോമീറ്റർ ട്യൂബിനുള്ളിലേക്ക് കടന്നു വരുന്നു. ഈ സമയം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഹൈഡ്രോമീറ്റർ ട്യൂബിന് ഉള്ളിൽ വെർട്ടിക്കലായി നിൽക്കുന്നു. ഈ സമയം ഹൈഡ്രോമീറ്ററിൻ്റെ റീഡിംഗ് നോക്കി സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് മനസ്സിലാക്കാം. ഹൈഡ്രോമീറ്റർ ദ്രാവകത്തെ പൊങ്ങിക്കിടക്കുകയും അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കാണിക്കുകയും ചെയ്യുന്നു. ദ്രാവകത്തിൻ്റെ സാന്ദ്രത എത്രത്തോളം കൂടുതലാണോ അത്രയും കൂടുതൽ മുകളിലേക്ക് ബലം ഫ്ലോട്ടിൽ അനുഭവപ്പെടുന്നു. ഇലക്ട്രോലൈറ്റിൻ്റെ സാന്ദ്രത കുറവാണെങ്കിൽ, അതായത് ഡൈല്യൂട്ട് ആണെങ്കിൽ, ഫ്ലോട്ടിൽ അനുഭവപ്പെടുന്ന മുകളിലേക്കുള്ള ബലം കുറവായിരിക്കും. ഇത് കുറഞ്ഞ സ്പെസിഫിക് ഗ്രാവിറ്റിയെ കാണിക്കുന്നു.
പൂർണ്ണമായി ചാർജ് ചെയ്ത ഒരു ബാറ്ററി ഫ്ലോട്ട് തിന്നായിട്ടുള്ള മുകൾ ഭാഗം ഇലക്ട്രോലൈറ്റിന് വെളിയിലായിരിക്കും കാണപ്പെടുക. ഇത് ഹൈ സ്പെസിഫിക് ഗ്രാവിറ്റിയെ കാണിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നാദ് ഇലക്ട്രിക്കൽസ് അക്കാഡമി.